തിരക്കേറുന്നതോടെ വർഷങ്ങളായി മൂന്നാറിൽ തുടരുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ ശാശ്വത നടപടിയില്ലാത്തതിൽ പ്രതിഷേധം ശക്തം. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായിരുന്നിട്ടും ഗതാഗത കുരുക്കിന് അയവ് വരുത്തുവാൻ ഫലപ്രദമായി യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. വിനോദസഞ്ചാരികളുടെ മാത്രമല്ല തദ്ദേശീയരായ ആളുകളുടെ ദൈനംദിന ജീവിതവും അഴിയാക്കുരുക്കിൽ താളം തെറ്റുകയാണ്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തിയതോടെ ഇത്തവണയും പതിവ് പോലെ മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. എന്നാൽ കഴിഞ്ഞ തുടരുന്ന ഈ പ്രശ്നത്തിന് ഇനിയും ശാശ്വത പരിഹാരം കണ്ടെത്താത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. മൂന്നാറിലേക്ക് വിനോദയാത്ര എത്തുന്നവർ വാഹനങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടി തിരികെ പോകേണ്ടുന്ന സ്ഥിതി മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടി സമ്മാനിക്കുന്നുണ്ട്. ഏറെ സമയം സഞ്ചാരികൾ വാഹനങ്ങളിൽ റോഡിൽ കുടുങ്ങുന്ന സ്ഥിതിയുമുണ്ട്. ഇതുകാരണം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സഞ്ചാരികൾക്ക് കഴിയാതെ വരുന്നു. വിനോദസഞ്ചാരികൾ ശുചിമുറികൾ പോകാനാവാതെ ഭക്ഷണവും വെള്ളവുമില്ലാതെ ഏറെ സമയം വാഹനങ്ങളിൽ ഇരിക്കേണ്ടുന്ന സാഹചര്യവും പ്രതിസന്ധിയാകുന്നുണ്ട്. മൂന്നാർ ടൗൺ, ആനച്ചാൽ ടൗൺ, മൂന്നാർ മാട്ടുപ്പെട്ടി റോഡ്, മൂന്നാർ മറയൂർ റോഡ് എല്ലായിടത്തും സ്ഥിതി സമാനം തന്നെ. റോഡുകളുടെ വീതി കുറവാണ് ഗതാഗത കുരുക്കിനുള്ള പ്രധാന കാരണം. ചിലയിടങ്ങളിലെ വഴിയോര കച്ചവടവും തോന്നുംപടിയുള്ള പാർക്കിങ്ങും പ്രതിസന്ധിയാവുന്നുണ്ട്. വിനോദസഞ്ചാരികളുടെ മാത്രമല്ല തദ്ദേശീയരായ ആളുകളുടെ ദൈനംദിന ജീവിതവും അഴിയാക്കുരുക്കിൽ താളം തെറ്റുകയാണ്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ ചികിത്സാ സൗകര്യങ്ങൾക്കോ പുറപ്പെട്ടാൽ യഥാസമയം എത്തേണ്ടിടത്ത് എത്താൻ കഴിയാതെ പോകുന്നത് ചെറിയ പ്രതിസന്ധിയല്ല സൃഷ്ടിക്കുന്നത്. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായിട്ടും ഗതാഗത കുരുക്കിന് അയവ് വരുത്താൻ ഫലപ്രദമായ യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. സിറ്റി വിഷൻ, മൂന്നാർ.